ഹലോ ഗൈസ്, ഓണമൊക്കെ അല്ലേ. അപ്പോൾ നമുക്കും വേണ്ട ഒരു പൂക്കളം. അത്രയൊക്കെ ആയിട്ട് നമ്മളെല്ലാ പൂക്കളും അത്യാവശ്യമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ല കേട്ടോ, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ നമുക്ക് തരുന്നതാണ്. ഈ വെള്ളപ്പൂവ് അമ്മ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. അത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തറയൊക്കെ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീട്ടെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിലൊക്കെ ചാണകമൊക്കെ തേച്ചിട്ടാണ് അമ്മ എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചത്. പിന്നെ പൂക്കളിടാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഉറക്കത്തിൽ എണീറ്റ് വന്നു. അതിലൊരു ചാണകത്തിൻ്റെ ഉണ്ട വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനതെടുത്ത് ഉണ്ടയൊക്കെ ഉരുട്ടി അതിൽ കൊണ്ട് വയ്ക്കുക കേട്ടോ. കറക്റ്റ് സെൻറ്ററാക്കിയിട്ടൊക്കെയാണ് ഞാൻ വെച്ചത്. അവസാനം നമ്മൾ പക്ഷേ അതൊന്നും കറക്റ്റ് സെൻറ്ററൊന്നും ആയിരുന്നില്ല കേട്ടോ. അത് പിന്നെയാണ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളത് മാറ്റാൻ നിൽക്കില്ലല്ലോ. പിന്നെ ഒരു മാങ്ങാനാറി നട്ടത്തിന് നമ്മൾ പറയുക, അതിൻ്റെ പൂവൊക്കെ കൊണ്ട് നടുക്കിൽ വെച്ചു. ആദ്യം അതിൻ്റെ കൊമ്പിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനവിടെ കുത്തിയിരുത്തി. പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് വന്നപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂവിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ പൂന്തോട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ പൂക്കളത്തേക്കുള്ള പൂവൊക്കെ എടുത്ത് കുറ്റിയൊക്കെ പറിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ അനിയത്തി. അവളൊരു 3 കുറ്റിയൊക്കെ ഉള്ളതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കാക്കപ്പൂവിൻ്റെ നടുക്കിലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി കേട്ടോ. എപ്പം നമ്മുടെ പൂക്കൾ എങ്ങനെയുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ വട്ടത്തിലുള്ള മഞ്ഞയും വയലറ്റും ചുവപ്പൊക്കെ നമ്മളെല്ലാ അവസാനമുള്ള പൂക്കളെല്ലാം കൂടി വെച്ച് ചെയ്താട്ടോ. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ നിങ്ങൾ പറയണേ.